ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ ഞാൻ ഉണക്ക ചെമ്മീനെല്ലാം ഒന്ന് തലയും വാലും ഒക്കെ കളഞ്ഞിട്ട് ഇങ്ങനെയൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് തീരെ പൊടിയായിട്ടുള്ളത് എടുക്കാതിരിക്കുവാണെങ്കിൽ നല്ലത്. ഒരു മീഡിയം സൈസ് നമുക്ക് മേടിക്കാൻ കിട്ടുന്നത് നമ്മൾ എടുക്കുവാണെങ്കിൽ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അല്ല തീരെ അങ്ങ് മിക്സ് ചെയ്യാത്ത നമ്മൾ അരയ്ക്കുമ്പോൾ പൊടിഞ്ഞു പോകും. ഇനി ഞാനൊരു ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 4-5 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഈ മുഴുപ്പിൽ ഇതുണ്ട്. ഇത് വാളംപുളിയാണ്. കുടംപുളി എടുക്കല്ല, ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ വാളംപുളിയാണ്. ഒരു ചെറിയ നെല്ലിക്കയുടെ മുഴുപ്പിൽ എത്ര മതിയാവും. പിന്നെ ഒരു 3 വറ്റൽമുളകുണ്ട്. അത് നമുക്കൊന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് ചൂടാക്കി ഒന്ന് എടുക്കണം. കുറച്ച് കറിവേപ്പില എടുക്കാം. പിന്നെ ഞാനൊരു ചെറിയ കപ്പ് തേങ്ങ ചിരണ്ടിയതാണ് ഇത്. ഇതും കൂടെയും കൂട്ടിയാണ് നമ്മൾ മിക്സിക്കകത്ത് അരച്ചെടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ഇടാം. നമുക്ക് ആദ്യം തന്നെ ഇത് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടൊന്ന് ഈ ചെമ്മീൻ നമുക്ക് ഒരുപാട് വറുക്കാനൊന്നും ഇല്ല. നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ഇതൊന്ന് പൊടിയുന്ന പോലെയാവും. ആ പാകത്തിലെടുത്താൽ മതി. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. നമ്മൾ എണ്ണ ഒഴിക്കാതെയാണ് ഇത് വറുത്തെടുക്കുന്നത്. എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറിയ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ ഇത് നല്ലതുപോലെ ഒന്ന് ക്രിസ്പിയായി ഓടുന്ന പോലെ നമുക്കൊരു പരുവം അറിയാൻ പറ്റും. ഇത്തിരി ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ചെമ്മീനൊക്കെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല. ഉണക്ക ചെമ്മീനല്ലേ, അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോകും. അപ്പം നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. നമുക്ക് ഈ സൗണ്ട് കേൾക്കുമ്പം തന്നെ അറിയാം പാകത്തിനായിട്ടുണ്ടെന്ന്. ഇപ്പം ഞാനിതൊന്ന് മാറ്റിയിട്ട് നമുക്ക് ഈ വറ്റൽമുളകും കരിവേപ്പിലയും ഒക്കെ ഒന്ന് വറുത്തെടുക്കാം. പിന്നെ ഈ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം. ചെമ്മീനൊക്കെ ഒരു 4-5 മിനിറ്റും കൊണ്ട് നമുക്ക് റെഡിയായി കിട്ടും. ഒരുപാട് സമയം വെക്കരുത്, കരിഞ്ഞു പോകും. ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നമുക്ക് പൊടിക്കാനല്ലേ, അതുകൊണ്ട് നല്ലപോലെ ഒന്ന് ചൂടായി എടുക്കുമ്പോൾ പൊടിഞ്ഞു പോക്കോളും നല്ലപോലെ. വേപ്പിലയും വറ്റൽമുളകും ഒന്ന് നല്ലപോലെ മൂത്തിട്ടുണ്ട്. നമുക്കിനി മിക്സിക്കകത്ത് വേണ്ട ചെറിയ ജാറിനകത്തോട്ട് ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തോട്ട് അത് ഈ ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഒന്നിടാം. നമ്മളിത് കണ്ടോ, ഈ ചെമ്മീൻ വറുത്ത് വെച്ചിരിക്കുന്നത് നമുക്കത് കൈ കൊണ്ട് എടുത്തൊന്ന് ഒടിച്ച് നോക്കി അറിയാം. ഇത് അതിൻ്റെ പാകം നല്ലതുപോലെ പൊട്ടിക്കിട്ടും. അത് നമുക്കിടാം. അതിൻ്റെ കൂടെ ഈ ചെറിയ ഇത്ര എടുത്ത് വെച്ചിരിക്കുന്ന വാളംപുളിയും കൂടി ഇട്ട് ആദ്യം ഇതൊന്ന് ഞാനൊന്ന് കറക്കി എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ ചേർക്കാം. ചെമ്മീനും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ഞാൻ ആദ്യം ഒന്ന് പൊടിച്ചതാണ്. ഇത് നിങ്ങൾക്ക് കാണാമല്ലോ. നല്ലപോലെ തീരെ പൊടിയായിട്ട് അരിയണ്ട, ചമ്മന്തിയല്ലേ, അപ്പം തീരെ നൈസായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിൻ്റെ കൂടെ ഈ തേങ്ങയും കൂടിയും ചേർക്കാം. അത് വെള്ളം ഒന്നും ഒഴിക്കാതെ വേണം അരയ്ക്കാൻ. തേങ്ങയുടെ ആ നനവും കൊണ്ട് അരഞ്ഞോളും, വെള്ളം ഒഴിക്കരുത്. ആവശ്യത്തിന് ഇപ്പം ഉപ്പും കൂടിയും ചേർത്തിട്ട് നമുക്ക് ഇതൊന്നുകൂടെ അരച്ചെടുക്കാം. ചെമ്മീൻ ചമ്മന്തി നല്ല റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് നല്ലൊരു സെർവിങ് ബൗളിലോട്ട് എടുക്കാം. ഉണക്ക ചെമ്മീൻ ചമ്മന്തി നല്ല റെഡി ആയിട്ടുണ്ട്. ചോറിനൊക്കെ കൂട്ടാൻ വളരെ നല്ലൊരു സൈഡ് ഡിഷാണ്. ഈ മഴക്കാലത്തൊക്കെ നമുക്ക് ഇച്ചിരി ചെമ്മീൻ ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ ചോറൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് 2-3 ദിവസം ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ കേടാകാതിരിക്കും. നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ടേസ്റ്റാണ് ഇതിന്.